എന്റെ മോന്റെ A+ ഒന്നില്ല. അത് A+ വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക്. എവിടെ വെച്ച്? അരൂരിന്റെ അടുത്ത് വെച്ചു. ഡോക്ടറാക്കാൻ കാരണം പണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയാൽ അവൻ എപ്പോഴും ഒരു തരിപ്പ. അത് നേഴ്സുമാരെ കാണുന്നോണ്ടായിരിക്കും. ഈ രാത്രി മഴ പെയ്യുന്ന എന്തുണ്ടെന്നറിയോ? എന്തുകൊണ്ടാ? രാവിലെ പെയ്യാത്തോണ്ട്. ഈ കോമഡി ഒന്നെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണേ, രാവിലെ ചൂടാക്കി ചിരിക്കാം. ഇപ്പോഴത്തെ പെമ്പിള്ളാരെന്ന് ശരിയല്ലടാ. നമ്മുടെ ജംഗ്ഷനിൽ തന്നെ കുട്ടി നിക്കറ് ഇട്ട് തുടയും കാണിച്ചോണ്ട് നിക്കുന്നു. കലികാല്. പിന്നെ ഇതെന്തോന്ന് ഗതേ? എന്താണോ? നീ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പരിഗണണ്ടല്ലോടാ. ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിന്ന്, അല്ല ഫ്ലൈറ്റ് കയറാൻ പറ്റൂ. ഡോ സമയം എത്രയാടോ? 2:15. 2 കാല? ഇനി ഇവിടെ ആർക്ക് 3 കാലുള്ളത്? നിന്റെ തന്തയ്ക്ക് പോടാൻ. ഷഡ്ജം, ഋഷഭം. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ലളിതഗാനം ഉണ്ടാക്കിയെടുക്കും? ഗാന്ധാരം, മാതളം, ഓറഞ്ച്. അപ്പൊ ഞാൻ തന്ന 50 ക്ഷീണിച്ചപ്പോ ചായ കുടിച്ചു. കടിയായിട്ട് 2 വടയും കഴിച്ചെങ്കിൽ ഒരു കടി ഞാനങ്ങ് തരും ഞാൻ. നീ എന്തിനായിരുന്നു ചിരിക്കുന്നത്? പണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചളി പറയും, ഇവ ഇരുന്ന് ചിരിച്ചു കൊടുക്കും വാശകളാക്കാൻ. ഞാൻ അച്ഛൻ മോനാ, ഞാൻ ചിരിക്കും. അല്ലേ അച്ഛ? നീ ചൂണ്ടയിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാങ്കിൾ? ചിലപ്പോ മീൻ അങ്ങോട്ട് വലിച്ചോളെ എന്റെ ഇരയാന്നും പറഞ്ഞു. അങ്കിളിന് ബമ്പർ സീരിയലൊന്ന് ട്രൈ ചെയ്തൂടായിരുന്ന? എന്തിനാടാ? അപ്പൊ നിലവാരം മനസ്സിലായി ആ കോമഡിയുടെ. ഗതി പിടിക്കണില്ല. പിടിക്കില്ല, കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തലതെറിച്ച തെണ്ടികളായിട്ടാ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒറിജിനൽ തന്നെ? അല്ല, ഞാൻ ഫസ്റ്റ് കോപ്പി, ഒറിജിനൽ കടയിൽ. ഇതേതാ എക്സ്പ്ലനേഷൻ മാർക്ക്? എന്റെ ഉറ്റ കൂട്ടുകാരനാ ബെന്നി. പന്നി. കൈ നീട്ടാ. താ ഹോംവർക്ക് ചെയ്തില്ലേ? അടിക്കണോ? മര്യാദക്ക് നീട്ടാ. ഒരു പെണ്ണ് നല്ല രീതിക്ക് ഊമ്പാവ അമ്പലാക്കിയില്ലേ, അതിനുശേഷം അങ്ങ് കുടിച്ചു. ഓ മഹാൻ. പിന്നെ ഞങ്ങളൊക്കെ പ്രേമം പോട്ടപ്പോ സർബത്താണല്ലോ കുടിക്കുന്നത്. അപ്പൊ അവൾക്ക് എന്നെ അറിഞ്ഞൂടാ? ഇല്ല. നീ എന്താ അവളോട് പറയാന്? ഈ രാജുവേട്ടന്റെ വേറൊരു മുഖം നീ കണ്ടിട്ടില്ല. ഏത് മുഖം? പുതിയ മുഖം. എന്റെ പൊന്നേട്ട, പകല് മിണ്ടാൻ മടിയാണെങ്കിൽ രാത്രി പോയി മിണ്ടെന്നും പറഞ്ഞ ആ കൊച്ചിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവളുടെ അച്ഛന്റെ എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ട്, പേടിച്ചിങ്ങിറങ്ങി. ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിനാ ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. കൂട്ടോളിയോ? അതല്ലേലും 10 മണിയാകുമ്പോൾ പൂട്ടുമല്ല. മോത കഴിഞ്ഞ് കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടുത്തെ പൊളി കച്ചവടാ. ചെക്കനും പെണ്ണിനും 1-2 സംസാരിക്കാനുണ്ടെങ്കിൽ 3-4 ഒക്കെ സംസാരിക്കട്ടെ. എടാ നീയായിരുന്നാ? ഞാൻ തന്നെ വിചാരിച്ചു മുക്കമ്പോര് എക്ക ബാത്റൂമില്. സംഭവിച്ച ബ്ലസ്സിക്കും പൃഥ്വിരാജിനും തെറ്റുവെച്ച സംഭവം ഇവനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് തല വെട്ടി വെച്ചാൽ മതിയായിരുന്നു. പുള്ളി വെറുതെ ട്രാൻസ്ഫർമേഷൻ ചെയ്തു. ബോഡി ചെയ്യുന്നോടാ പട്ടി. അയ്യോ, ബോഡി ഉള്ളവർക്കേ ഷെയ്മാവേണ്ട കാര്യമുള്ളൂ. നീ ആത്മാവല്ലേ? എന്തുവാ പറയുന്നത്? ഒന്നുമില്ല, എന്റെ അനിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കാ. എനിക്ക് അടുത്ത മിസ്റ്റർ കോഴിക്കോട് ആവാളെ മോനെ ജട്ടിയിട്ട് കോഴിക്കോട് പോയിരുന്ന മിസ്റ്റർ കോഴിക്കോട് ആവൂല. നീ +2 കഴിഞ്ഞില്ലേ? ഇനി എന്തോ എന്റെ പ്ലാൻ? എനിക്ക് അർണോൾഡ് ആവണം. ആദ്യം നീ ആരോ റൂട്ട് കഴിച്ചൊന്ന് വളരടാ. ഇഷ്ടായെങ്കിൽ ഹൃദയം തരട്ടെ, കൂട്ടിത്തരണം, കൂട്ടുകൂടണേ. പറ്റുവയ്ക്കാൻ ബില്ലേക്ക് കൂടെ ഞാൻ അടിച്ചാ മതിയാ. മോനെപ്പോന്ന് എന്നെ ഉണ്ടാക്കിയിട്ട് 10-25 കൊല്ലമായി. സത്യമായിട്ട് പറയണം. പിന്നെ സത്യം കള്ളമായിട്ട് പറയാൻ പറ്റും. എന്താ പറ്റിയേ? ഡോക്ടർ രാത്രി ഇവൻ മുള്ള ഇറങ്ങിയപ്പോ എന്തുകൊണ്ട് പേടിച്ചു? താഴോട്ട് നോക്കി കാണും. കുരങ്ങനെ പോലത്തെ എന്തോ കണ്ടെന്ന്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഇവന് ഹല്ലേലൂയ വരുന്നുണ്ട്. എന്തോ പള്ളിക്കടുത്താണോ വീട്? അല്ല ഡോക്ടർ, ഈ കാണാത്ത കാണുന്നു. എടാ ഹല്ലേലൂയ ആലു പൊറോട്ട ഒന്നുമല്ല. ഇവിടെ പട്ടിയൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, കൊണ്ടുപോയി ലാബായിരുന്നു. ലാഭം കിട്ടിയ അപ്പോഴേ അങ്ങ് കൊടുത്തോടാം. നിന്റെ ആയിരുന്നു. വാ, നിന്റെ പേരെന്തുവാടാ? ശംഭു. വായിലെന്തുവാന്നല്ല ചോദിച്ച. അത് തന്നെ, ശംഭുകുമാർ. വെള്ളേ നീ യേശുദാസിന്റെ മൊലാളി മടിയൻ ഇടിയൻ സാറിനെ മാറ്റിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടു. 19.8 പവനാണ് പോയേക്കുന്നത്. കണക്കൊന്ന് പറയൂ. ടെൽ മീ ദ മാത്തമാറ്റിക്സ്. അല്ല, ഒരു വീട്ടിൽ 25-50 പവൻ കാണുമല്ലോ. അയ്യോ സാറാ, പാവാ. ആ പാവയുടെ ബാറ്ററി ഞാൻ ഇന്ന് ഊരി. ഓ, കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കട്ടവനെ പ്രതിയാക്ക്. നിന്റെ തത്വം പോലും നിനക്കെതിരാണല്ലോടാ. തൊണ്ടി എവിടെടാ തെണ്ടി? ആ ഫയർമാൻ സിനിമ ഞാനും കണ്ടതാ. കണക്ക് പറഞ്ഞ പ്രതിയാവൂ. ഹൗ ഡെയർ യു? പൊട്ടമൂപ്പിലെ ബ്രോക്കർ വിചാരിച്ച എനിക്ക് നല്ല വധുവിനെ കിട്ടില്ലെന്ന്. എടാ, അതല്ലേ ഇപ്പൊ തിരക്കിക്കൊണ്ടിരിക്കുന്ന പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ ഗ്രീൻ ഫ്ലാഗ് വേണ്ടെന്ന്, റെഡ് ഫ്ലാഗ് മതി. കമ്മ്യൂണിസ്റ്റുകാരെ മതിയോ പെണ്ണുങ്ങൾക്ക്? മോനെ, പെൺപിള്ളേർ പറഞ്ഞ നീ വെറും പോഴയാന്ന്. ഒന്ന് കലിപ്പിച്ചു ഒന്ന് ദേശിക്ക് മോനെ. ഓ, രണ്ടുള്ളി മൂത്രം അങ്ങ് പോയി. ബ്രോക്കർ, അതെ, നമ്മുടെ വീടും പ്രോപ്പർട്ടിയുടെ കാര്യം അറിയാലോ. ഇയാളെ വീട് കുറച്ച് പേപ്പട്ടാണെങ്കിൽ കോർപ്പറേഷനിൽ പോയി പറയണേ. എന്റെ അടുത്ത് പറയുന്നത് എന്തിന്?
അടുത്ത കാണിക്ക്. ആ ദീപിക 22 വയസ്സ്. ദീപിക പഠിക്കുവാണോ? ദീപിക പഠിക്കണ കേട്ടോ നീ അറിയാ രൺവീർ സിംഗ്. ഇടോ പഠിക്കുവാണോ ഒന്ന്? ആ പഠിക്കുക. പക്ഷെ കുടുംബക്കാർക്ക് അടിക്കുന്ന പയ്യന്മാരെയാണ് വേണ്ടത്. അയ്യോ മദ്യസേവ പറ്റില്ല. മദ്രസേവ എനിക്കും പറ്റില്ല, ഷുഗർ എടുക്കണ്ടെന്ന് പറഞ്ഞാല്. ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടെന്നാണ്ട് ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി കിടക്കും. അല്ലേലും ഇതൊക്കെ പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. ആര് പ്രസവിച്ച ജീവിതം. എടാ നീ ഇവനൊരു പെണ്ണാലാനായിട്ട് വന്നല്ലേ? ആ അതൊന്ന് പോയി കണ്ടാ മതി. എന്റെ കുടുംബത്തിന് പറ്റിയ കുടുംബമാണോ? ഇത്രയും മഞ്ഞ കുടുംബം അല്ലേലും ഓക്കെ ആണ്. എടാ നീ എന്നെ കൊണ്ട് വീട്ടിൽ ചായ പിടിക്കാൻ പോയില്ല എന്തോ? അത് പെണ്ണിനൊക്കെയാണ്, പക്ഷെ പെണ്ണിന്റെ വാപ്പ വഴങ്ങളിലൊന്നും. ബാപ്പ വഴങ്ങാൻ ഞാൻ അങ്ങനെ കൊണ്ടാ ഹണിമൂണിന് പോണത്. ഇക്ക അവിടെ അറബി എന്ത് പറയുന്നു? ഇടയ്ക്ക് സംസ്കൃതം പറയൂടാ. ഈ തമാശ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയണേക്ക. എന്തിനാടാ? ഞാൻ അപ്പ ചിരിക്കാം. അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. എന്നിട്ട് നീ സാരി എടുത്തു തന്നില്ലേ, നിന്നെ അങ്ങ് കേട്ടാ. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. ശവായിസനം. അൽഫാം സനം. എന്റെ ഫോൺ എടുത്ത് ആരാന്ന് നോക്ക്. സാറേ കുക്കിരി. എനിക്ക് മാത്രം എന്റെ കാര്യം. എടാ മറ്റന്നാ 8:30 ഫ്ലൈറ്റ്. പിന്നെ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ അങ്ങ് വീട്ടിൽ എത്തിച്ച. എനിക്ക് ഈ മരുഭൂമിയിലൊക്കെ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇല്ല. ഞാൻ സൗദി ചെന്നിറങ്ങുന്ന നല്ല സമയത്താ. അതെന്താ സൗദിയിൽ ഓണോ? ഉണ്ടോന്ന് സംശയം. നെറ്റ്ഫ്ലിക്സ്. രാവിലെ കക്കൂസിൽ പോയില്ല. പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ അന്നോൺ അറിഞ്ഞൂടാ, അതല്ലേ അണ്ണോണെന്ന് സേവ് ചെയ്തേക്കുന്നത്. 50-50 ബിസ്ക്കറ്റ് ടച്ചിങ്സ്. കൊല്ലട്ടോ അണ്ണ. അവന്റെ ആരോ റൂട്ടിൽ നിന്ന് പുറത്തു വരണം. നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ തുറന്നു കാണി. ഐറ്റയമണ്ടനെ കേട്ടപ്പോ തന്നെ ചാർജായി. ആവു ആവു നീ നെഞ്ചൊന്ന് തുറന്നാണേ. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാറില്ല. ഇത് എന്തുവാടാ ഇത്? തൊഴിലുറപ്പുകാരെ വെച്ച് ചെത്തിക്കേണ്ടി വരുമല്ലേ? അതെന്തോന്നു? എന്തുവാടാ ഒരു സംസാർ? എടാ ഈ രോമം കുടുംബം ഒരു പേര് പറയുമല്ലോ. കൂടരാജൻ. നിന്റെ തന്ത ധൈര്യം ഉണ്ട് ഒന്നുകൂടെ വിളിടാ. തന്തയ്ക്ക് വിളിയൊക്കെ ഇത്ര ഇഷ്ടം. നിന്റെ തന്ത ഒരു തവണ കേട്ടാ പോരായിരുന്നു. ഞാനാണ് കഴിഞ്ഞത്. അതെങ്ങനെ ഇന്നലെ ആവുന്ന അമ്മാവ? അമ്മാവനെന്താ കല്യാണത്തിന് വന്നിട്ട് നേരത്തെ അങ്ങ് പോയി? അമ്മാവന് ആ കല്യാണം കണ്ടിട്ടുള്ള ത്രാണിയില്ലായിരുന്നു മോളെ. ഇരുന്ന് കാണായിരുന്നില്ലേ? ഡാഡി കൊറേ കസേര ബുക്ക് ചെയ്തായിരുന്നു. അതല്ല മോനെ, ഒന്നുമില്ലല്ലോ ഇവളെന്റെ മരുമോളായിട്ട് വരുമെന്ന് വിചാരിച്ചില്ലേ. എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പോയി? അതല്ലേ വിഷമമായ അമ്മാവ? എവിടുന്ന് കിട്ടി? മാട്രിമോണി മാറ്റി വാങ്ങേണ്ടി വരും. മാധവാ അതാണ്ട് ഈ താടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് വന്ന് നിൽക്കുന്നതാണ് എന്റെ മോൻ മാധവൻ. മീശ മാധവനെ കണ്ടിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം മീശയില്ലാത്ത മാധവനെ കണ്ടു. അത് കീ കൊടുക്കുന്നതാണെങ്കിൽ നോക്കിയടി. ചുമ്മാ അനാവശ്യം പറയരുത്. ഉള്ള പറയല്ലേ, എന്റെ മോനെ ഞാൻ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ വളർത്തുന്നത്. ആ സ്വഭാവം അവനുണ്ട്. 17 ബിയിലെ രമ പറഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞ ഈ കോഴിക്കുഞ്ഞിന്റെ ഒരു കുറുകലെന്ന് അവിടെ. എനിക്ക് പനി വരും. നീ കുറെ നാളായില്ലേ എന്റെ മോനെ പറ്റി വേണ്ടാനും പറഞ്ഞു. എന്റെ മോൻ അത്ര മോശമൊന്നുമല്ല. നമുക്ക് ജർമ്മനിക്ക് ഓ കുരിശു കൂളൊന്നും എന്റെ കയ്യിലില്ല. രണ്ടുപേര് എന്ത് കഴിച്ചാലും ആ ശരീരത്ത് പിടിക്കൂല. നമ്മൾ അങ്ങനല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും 5 കിലോ കൂടും. എന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചായ കുടിക്കാവോ? മധുരമില്ലാതെ കുടിച്ചോ? എന്നാൽ ലഡു കഴിച്ചിട്ട് ചായ കുടിക്കട്ടെ, അപ്പൊ മധുരം അറിയത്തില്ലല്ലോ. കടിയാ നെല്ലിളിയ കടിയാ പയ്യെ പറയടാ. കടിയല്ലേ ഈ കടി? സുഖിയാനിരിക്കുന്നവിടെ കഴിക്കുമ്പോ നല്ല സുഖമായിരിക്കും. ലാസ്റ്റ് ഇത് കണ്ടിട്ട് നാട്ടുകാർ ചോദിക്കും സുഖപ്രസവം എന്നൊന്നും. ചേട്ടാ 2 സമൂസ. മാക്സി പോലും ഇല്ല ഇത്ര ഷേപ്പുള്ള ടാങ്കിൾ. എന്നെ പൊരിക്കാത്ത കടി വല്ലതും ഉണ്ടോ അവിടെ? ചെല്ല് അങ്ങനെ കാണിച്ചു തരും. ഹേയ് സഹോദരൻ എന്നെ മനസ്സിലായോ? ഇല്ല, ഇങ്ങനെ ഒരു സഹോദരമുള്ള ആരും അച്ഛനോട് പറഞ്ഞില്ല. അയ്യോ ഞാനൊരു യൂട്യൂബറാണ്. താങ്കൾ ജീവിതത്തിൽ എന്ത് നേടി? കുറെ ഊക്ക് നേടി. എനിക്ക്
എനിക്ക് 12 കൂട്ടുകാരന്മാരുണ്ട്. അവന്മാരെന്നെ ഊക്കുന്നതിന് കയ്യും കണക്കുമില്ല. ഒരുത്തന്റെ അപ്പൂപ്പന്റെ കല്യാണത്തിൽ തുടങ്ങിയ തീരുന്നത് എന്റെ അമ്മൂമ്മയുടെ 16. കമ്പിയിടണം കാലിന്റെ ഇടയിൽ. എന്നിട്ട് അവന്റെ തന്തയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. സുരിക്കട്ടാ, ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി, അടുത്ത മാസം നിന്റെ തന്ത. ഓടാന്തയില്ലാത്തവനെ. ബൈ. ഭയങ്കര ചൂടല്ലേ, എന്നാ ഫാൻ ഇടും. തമാശ. ഒന്ന് ഇക്കിള് കിട്ടിയായിരുന്നു ചിരിക്കായിരുന്നു. പോയാലേ പെണ്ണുണ്ടായിട്ട് ഒരു മാതിരി അഹങ്കാരം പറയരുത്. നിന്റെ കൂടെ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേറെ പണിയില്ലാണ്ടാ. പെണ്ണില്ല ഇവന് അഹങ്കാരമാണ്. നമുക്കൊക്കെ പെണ്ണുണ്ടായിരുന്ന കൊണ്ടല്ല, എന്താണ് കൊണ്ടുപോയാൻ എന്റെ അമ്മയുടെ മരുമോളായിട്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ? നിന്റെ ഇപ്പൊ ഒരു കൊതു വന്നിരുന്നാ നീ എന്തോ ചെയ്യും? ആ ഇങ്ങനെ അവളെന്തോ ചെയ്യുന്നറിയോ? വാ നമുക്ക് അങ്ങോട്ടേക്ക് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ചുമ്മാ പോയി അവിടെ ഇരുന്ന് സംസാരിക്കും. കോളിംഗ് ബെല്ലല്ല. ഒരു എന്തിനാടാ ഈ കൊച്ചു കരയണത്? അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂ. എന്തോ പേഴ്സിന്റെ ഇഷ്യൂ ആണ്. കൊച്ചിന്റെ പൈസ തിരിച്ചോടാ. ഇവനെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. ഹാൻഡ്സം. താങ്ക് യു. സം ഹാൻഡ്. ഇവന്റെ കൈ. അന്നാ ഞാൻ കെട്ടത്തില്ലെന്നൊന്നും പറഞ്ഞില്ല അണ്ണാ. എനിക്ക് നല്ലൊരു സ്റ്റേജ് എത്തണ്ടേ. നമ്മുടെ പാൽക്കുളക അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. നല്ല സ്റ്റേജാ കെട്ടുന്നത്. നമ്മളൊക്കെയാണ് അതിന്റെ ഒരു ഇല്ലടാ. മാവിന്ന് തന്നെ മാങ്ങ പറിക്കണം അല്ലേടാ. പിന്നെ പ്ലാവിന്ന് പറിക്കാൻ പറ്റൂ. ഉത്തേഴ്ത്തുള്ളില്ലടാ. നീയോ? ഞാൻ കുറച്ച് വടക്കെന്ന് പറയുമ്പോ തെക്കിന്റെ ഓപ്പോസിറ്റ്. എന്നെ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചേരത്തില്ലായിരുന്നു. പക്ഷേ ഇല്ല. ആൺമക്കളാണോ അങ്കിൾ? അല്ലടാ, എനിക്ക് ഭാര്യയില്ല. ഭാര്യയില്ലാതെ മക്കളെ ഉണ്ടാക്കാലോ. നിന്റെ തന്ത ചെയ്ത പോലെ അതെനിക്കിഷ്ടം.